ഇടതുപക്ഷത്തു നിന്നും പിണറായിസത്തിനെതിരെ അൻവറിസവുമായി പുറത്തുപോയ അൻവർ രണ്ട് കൈയും നീട്ടി UDF തന്നെ സ്വീകരിക്കുമെന്നാണ് അൻവർ പ്രതീക്ഷിച്ചത്. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയാക്കുമെന്നും ഈ സമ്പന്ന രാഷ്ട്രീയക്കാരൻ പ്രതീക്ഷിച്ചു. എന്നാൽ കണ്ട സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിച്ചില്ല. അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിശ്വസ്തനായിരുന്നു. എന്നാൽ സ്വർണവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളോടെ അവർ അകന്നു. പിന്നെ അൻവർ കൊമ്പ് കോർക്കാൻ തുടങ്ങി. പക്ഷേ ഒടുവിൽ രംഗമാകെ മാറി. അൻവർ UDFന് മുന്നിൽ അനഭിമതനായി. KC വേണുഗോപാലും VD സതീശനും അൻവറിനോട് താൽപ്പര്യമില്ല. ലീഗും അൻവറിനെ അടുപ്പിക്കുന്ന ലക്ഷണവുമില്ല. നിലമ്പൂരിൽ സ്വരാജ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി. ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി. BJPയുടെ സ്ഥാനാർത്ഥി മോഹൻ ജോർജ്. തൃണമൂൽ സ്ഥാനാർത്ഥിയായിരിക്കുന്ന അൻവറിന് എന്ത് അത്ഭുതമാണ് നിലമ്പൂരിൽ കാണിക്കാനാവുക? കെട്ടിവെച്ച കാശ് കിട്ടുമോ? സംശയമാണ്. ഇപ്പോൾ അൻവർ പിണറായിയെയും VD സതീശനെയും കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. അത് രണ്ടും രാഷ്ട്രീയമായി അൻവറിന് വിനയായി മാറുകയും ചെയ്തു. ഇനി നിലമ്പൂർ ഇലക്ഷൻ്റെ ചൂട് ഏറിക്കൊണ്ടിരിക്കും. അൻവറിൻ്റെ പൊതുയോഗങ്ങളിൽ കണ്ട ആൾക്കൂട്ടം വോട്ടായി മാറുമോ? സംശയമാണ്. അപ്പോഴാണ് അൻവർ യഥാർത്ഥത്തിൽ ത്രിശങ്കുവിലാവുക. ഇനി ഒരു വഴി ആഫ്രിക്കയിൽ ഖനനം കൂടുതൽ ഊർജിതമാക്കുന്നതാവും അൻവറിന് നല്ലത്. പോയ പേരും പെരുമയും പണം കൊണ്ട് വീണ്ടെടുക്കാനാകുമോ എന്നതും പരീക്ഷിക്കാവുന്നതാണ്.